അതിന്റെ ACL സർജറി കഴിഞ്ഞതാണ്. അപ്പം ഇനി കളിക്കാൻ പോകുമ്പോൾ വീണ്ടും ട്വിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരിക്കൽ നമ്മൾ സർജറി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ട്വിസ്റ്റ് ആവാനുള്ള സാധ്യതകളൊന്നും മാറുന്നില്ല. ട്വിസ്റ്റ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ രണ്ടാമതും ACL ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ കൃത്യമായിട്ട് സ്ട്രെങ്തൻ ചെയ്യുക, അതായത് കൃത്യമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. അതായത് നമുക്ക് മുട്ടിൻ്റെ മുൻവശത്ത് വരുന്ന ക്വാഡ്രിസെപ്സ് എന്ന് പറഞ്ഞ മസിലിനെയും അതുപോലെ പുറകുവശത്ത് വരുന്ന ഹാംസ്ട്രിങ്സ് എന്ന മസിൽസിനെയൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യുക. അത് കൂടാതെ നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പ് എപ്പോഴും നല്ല രീതിയിൽ വാമപ്പ് ചെയ്യുക. വാമപ്പ് വെച്ചാൽ മുട്ടം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അപ്പം നമ്മൾ യൂഷ്വലി ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറില്ല, ആദ്യത്തെ ഒരു 10 മിനിറ്റ് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ്. അതുപോലെ തന്നെ ഏത് കളി തുടങ്ങുന്നതിന് മുമ്പ്, ഫുട്ബോൾ ആയിക്കോട്ടെ, ബാസ്കറ്റ്ബോൾ ആയിക്കോട്ടെ, കബഡി ആയിക്കോട്ടെ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ എല്ലാ ജോയിൻസും സ്ട്രെച്ച് ഔട്ട് ചെയ്യുക. വേണമെങ്കിൽ ഇപ്പോൾ ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ ഇടുമ്പോൾ ഒരു സുഖം ഉണ്ട് എന്നാണെങ്കിൽ ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ രണ്ടാമത് ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതാണ്. പക്ഷേ പൂർണ്ണമായിട്ട് ഇഞ്ചുറി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ആദ്യത്തെ ഇഞ്ചുറി വന്നതും പ്ലാൻ ആയിട്ടല്ലല്ലോ, തനിയെ വന്നതല്ലേ. അപ്പം നമ്മൾ ബൈക്കിൽ നിന്ന് വീണിട്ടും ഇതുപോലെ വരാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല. പക്ഷേ സാധ്യതകൾ നമുക്ക് കളിക്കുമ്പോൾ വരുന്ന ഇഞ്ചുറീസ് കുറയ്ക്കാൻ പറ്റും.